ഹായ് നമസ്കാരം, എല്ലാവർക്കും DeadCinchലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1x1 മെഗാമിക്സിനെ കുറിച്ചാണ്. റുബിക്സ് ക്യൂബിലെ ഡുഡക്കാഹെഡ്രൺ ഷേപ്ഡ് പസിലിനെ പറയുന്ന പേരാണ് മെഗാമിക്സ്. ഈ ഡുഡക്കാഹെഡ്രൺ ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് 12 ഫേസ് വരുന്ന ഈ ഒരു പസിലിനെയാണ് ഡുഡക്കാഹെഡ്രൺ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ജിയോമെട്രിക്കൽ ടേമാണ്. നമുക്കിതിൽ നോക്കിയാൽ കാണാം, ഇവിടെ മുകളിലും താഴെയായിട്ട് ഓരോ ഫേസ് വീതമുണ്ട്. ഇവിടെ കാണുന്ന ഈ ഒരു ഓറഞ്ച് ഫേസും അതുപോലെ തന്നെ ഈ റെഡ് ഫേസും, ഇങ്ങനെ ഓരോ ഫേസ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ 5 ഫേസ്. ഇവിടെ നോക്കുക, 1 2 3 4 5, ഇങ്ങനെ 5 ഫേസുകൾ. സിമിലറായിട്ട് താഴെയും 5 ഫേസ് വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തം 12 ഫേസുകളാണ് ഈ മെഗാമിക്സിനുള്ളത്. ഈ 1x1 മെഗാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്ഷൻ പർപ്പസിന് വേണ്ടിയുള്ള ഒരു ക്യൂബാണ്. നമുക്കിനി ശരിക്കുള്ള മെഗാമിക്സിനെ ഒന്ന് പരിചയപ്പെടാം. ഈ മെഗാമിക്സ് നേരെ പറഞ്ഞ പോലെ തന്നെ 12 ഫേസുള്ള ഒരു ക്യൂബാണ്. ഇവിടെ ഒരു ഫേസ് മുകളിൽ വരുന്നുണ്ട്, രണ്ടാമത്തെ ഫേസ് താഴെ വരുന്നു. പിന്നെ നമ്മൾ ക്യൂബിനെ ഒരു രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ, ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കാണാം, ഇങ്ങനെ ഒരു ഫേസ് ഇവിടെ വരുന്നുണ്ട്, ഇവിടെ 2, ഇവിടെ വരുന്നു 3 4 5, ഇങ്ങനെ മൊത്തം 5 ഫേസ് ഈ ഒരു ലൈനിൽ വരും. ഫസ്റ്റ് ഹാഫിൽ, താഴത്തെ ഈ ഒരു ഹാഫിൽ നമുക്കതേ സിമിലറായിട്ട് 5 ഫേസുകൾ നമുക്ക് കാണാം. 5 ഫേസുകൾ താഴത്തെ ഫേസിൽ നമുക്കുണ്ട്. അങ്ങനെ 5ഉം 5ഉം 10 രണ്ടും 12 ഫേസുകളാണുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം 12 സെൻറ്റർ പീസുകളും ഇതിനുണ്ടായിരിക്കും അല്ലേ. ഇവിടെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇവിടെ 3 ക്യൂബുകൾ അല്ലേ. മൊത്തം ഈ ഒരു ലൈനിൽ 3 ലെയർ മെഗാമിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. 3 ലെയറായിട്ടാണ് ഇവിടെ വരുന്നത്. അതായത് ഇവിടെ ഒരു സെൻറ്റർ പീസിനെ സപ്പോർട്ട് ചെയ്ത് മൊത്തം 10 ക്യൂബുകളുണ്ട്. 10 ക്യൂബിൽ 5 കോർണർ പീസുകളും 5 എഡ്ജ് പീസുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഇതാണ് ആക്ച്വൽ ആയിട്ടുള്ള മെഗാമിക്സ്. ഈ മെഗാമിക്സിലെ ഈ ലെയറിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് വെറൈറ്റി ഉള്ള ക്യൂബുകൾ അവൈലബിൾ ആണ്. അതായത് ഇതിപ്പോൾ 3 എന്നുള്ളത് 2 ആവുകയാണെങ്കിൽ ഇത് നമ്മളെ കിലോമിക്സ് എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുക. അതുപോലെ തന്നെ നമ്പർ ഓഫ് ലെയേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഈ ഒരു സൈഡിൽ വരുന്ന ഈ ഒരു ക്യൂബുകളുടെ എണ്ണം കൂടുമ്പോൾ അതിൽ ജിഗാമിക്സ്, ടെറാമിക്സ്, പെൻഡാമിക്സ്, അങ്ങനെ പല വെറൈറ്റി ക്യൂബ്സ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അപ്പം മെഗാ എന്ന പേരിലല്ല അറിയപ്പെടുക. അത് പറയുന്നത് കിലോ മിക്സ്, ജിഗ, ടെറ, പെറ്റ, അങ്ങനെ പല പേരിലാണ് അത് അറിയപ്പെടുക. നോർമൽ മെഗാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെൻറ്റർ പീസ്, അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് 10 ക്യൂബുകൾ ഉണ്ടാവും. പിന്നെ തന്നെ ഈ ഒരു ലെയർ നോക്കുകയാണെങ്കിൽ 3 ലെയർ ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.